എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്ന വിഷയം നമ്മുടെ നാട് എപ്രകാരം അധപ്പതിച്ചിരിക്കുന്നു, നമ്മുടെ രാഷ്ട്രീയ രംഗം എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾക്ക് ഒരു ചെറിയ ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിന്നും കേൾക്കുന്ന ഒരു സ്ലോഗനാണല്ലോ നവോത്ഥാന കേരളം എന്നുള്ളത്. നവോത്ഥാന കേരളം, സമത്വ സുന്ദര കേരളം, മതേതര കേരളം, മതനിരപേക്ഷ കേരളം എന്ന് വേണ്ട ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത കുറേ അധികം നുണകൾ ഇവിടെ ചില രാഷ്ട്രീയ പാണന്മാർ പാടി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരള ഭരണം കൈയാളുന്ന നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പാടി ഈ പാവപ്പെട്ട ആളുകളെ പറ്റിച്ച് വോട്ട് പിടുങ്ങി കണ്ട് 10-60 വർഷമായി അധികാരം തുടർച്ചയായി കൈയാളിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂപരിഷ്കരണ മാമാങ്കങ്ങൾ നടത്തി അവസാനം ഈ രാജ്യത്തെ അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക്, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മരിച്ചു വീണാൽ അടക്കാൻ 6 അടി മണ്ണിന് അവകാശം പോലും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് നവോത്ഥാന കേരളത്തിൻ്റെ 7 പതിറ്റാണ്ടിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെയും നവോത്ഥാന കേരളത്തിന് ഇപ്പോൾ പിണറായി സർക്കാർ നവോത്ഥാന സദസ്സ് എന്ന് പറഞ്ഞ് ഒരഭ്യാസം കാണിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ നവോത്ഥാന സദസ്സിൽ നമ്മൾ പങ്കെടുത്തിട്ടുമുണ്ട്. ഒരാവശ്യം, ഈ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരാവശ്യം നടപ്പിലാക്കി തരണമെന്നാവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള 2-3 കൊച്ചു സംഘടനകൾ, വലിയ സംഘടനകൾക്കൊന്നും നേരമില്ലാത്തതുകൊണ്ടാണേ, നവോത്ഥാന സദസ്സിൽ നിവേദനം ഞങ്ങൾ കൊടുത്തിരുന്നു. ആ നിവേദനം വേറൊന്നുമല്ല, സർക്കാർ പ്രഖ്യാപിക്കുന്ന കടാശ്വാസ പദ്ധതിയിൽ പട്ടികജാതി പട്ടികവർഗക്കാരെ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. നമുക്കറിയാം, ഇന്ന് കടബാധ്യത കൊണ്ട് നട്ടം തിരിയുകയാണ് ഈ പാവപ്പെട്ട ജനങ്ങൾ. അവരെ കത്രിക പൂട്ടി എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സൊസൈറ്റികളിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ പാവങ്ങൾ കടം എടുക്കുന്നത്. അത് ആൾജാമ്യത്തിലുമുള്ള പ്രോപ്പർട്ടി കാണിച്ചു കൊടുത്തും ഒക്കെ കൂടുതലൊന്നും എടുക്കുന്നില്ല. ഈ പാവങ്ങൾ എടുക്കുന്നത് 10,000, 25,000, ഒരു 50,000 രൂപ പരമാവധി വന്നു കഴിഞ്ഞാൽ എടുക്കും. അതൊക്കെയാണ് എടുക്കുന്നത്, അതിൽ കൂടുതൽ കൊടുക്കുകയുമില്ല. അപ്പോൾ ഈ കടബാധ്യത പെരുകി ഇന്ന് അത് 1.5 ലക്ഷവും 2 ലക്ഷവും ഒക്കെ പലർക്കും ആയിട്ടുണ്ട്. അടയ്ക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്, പല കാരണങ്ങൾ കൊണ്ട്. ആ കാരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നവോത്ഥാന കേരളത്തിൻ്റെ വേറൊരു ചരിത്രമാണത്. അപ്പോൾ ഈ നവോത്ഥാന സദസ്സിൽ ഇങ്ങനെ ഒരു നിവേദനം നമ്മൾ കൊടുത്തെങ്കിലും അവർ പറയുന്നത് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് കടാശ്വാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തത്തക്ക രീതിയിലുള്ള ഒരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതോ ഉണ്ടാവില്ല. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് ഈ കടബാധ്യതയാണ് സത്യത്തിൽ ഈ പാവപ്പെട്ട ആളുകളെ ഈ രാഷ്ട്രീയ അടിമകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ വോട്ട് ബാങ്കാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ കടമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കടം വെച്ചിട്ട് ഈ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി വിലപേശി അവർ ഇങ്ങനെ പാർട്ടി മാമാങ്കങ്ങളിൽ എന്താ പറയുന്നത്, കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന രീതിയിൽ ആടിക്കളിക്കട കൊച്ചുരാമ, ചാടിക്കളിക്കട കൊച്ചുരാമ എന്ന രീതിയിൽ ഈ പാവങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. അത് ഈ കടം അവരുടെ തലയിൽ. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ, എനിക്ക് തോന്നുകയാണ്, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ കടാശ്വാസ പദ്ധതിയിൽ ഈ പാവങ്ങളെ ഉൾപ്പെടുത്താത്തത്. ഇപ്പോൾ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾക്കും കർഷകർക്കൊക്കെ ഉണ്ട്, കർഷക കടാശ്വാസ പദ്ധതിയൊക്കെ ഉണ്ട്. അപ്പോൾ കർഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഇവിടുത്തെ കോടീശ്വരന്മാരാണ് കർഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കർഷക തൊഴിലാളികൾക്ക് കടാശ്വാസ പദ്ധതി ഉണ്ടോ? അതില്ല.
കർഷകർക്കുണ്ട്, ഏക്കർ കണക്കിന് സ്ഥലമുള്ള കർഷകർക്കുണ്ട്. പക്ഷേ 5 സെൻറ്റിലും 3 സെൻറ്റിലും താമസിക്കുന്ന കർഷക തൊഴിലാളിക്കോ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾക്കോ ഒന്നും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ഇല്ല എന്നുള്ളതാണ്. ഇത് എന്തൊരു നവോത്ഥാനമാണ്! ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്കുലറിസത്തിനും ജനാധിപത്യത്തിനും എതിരാണ്. ഒരു വിഭാഗം ജനങ്ങളെ ബോധപൂർവം ചങ്ങലക്കെട്ടിരിക്കുകയാണ്. ഈ ചങ്ങലക്കെട്ട് പൊട്ടിക്കാൻ ഫണ്ടില്ലാത്തതുകൊണ്ടല്ല, കടാശ്വാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ പാവങ്ങളെ സഹായിക്കാൻ ഫണ്ടില്ലാത്തതുകൊണ്ടല്ല. കോടാനുകോടി രൂപ SC/ST ഡിപ്പാർട്ട്മെൻറ്റ് വകയിരുത്തി ചെലവഴിക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ വക മാറ്റിയാണ് ചെലവഴിക്കുന്നതെന്ന് മാത്രം. പിണറായി വിജയൻ്റെ സർക്കാർ തന്നെ 97 കോടി രൂപ വകമാറ്റി ചെലവഴിച്ചു. ആരെങ്കിലും പ്രതികരിച്ചോ? ഞങ്ങൾ പോയി ഒരു സമരം നടത്തി എന്നുള്ളതിൽ കവിഞ്ഞ് വേറെ ആരും ആ ഒരു വിഷയം ഉന്നയിച്ചു പോലുമില്ല. ഇങ്ങനെ കോടാനുകോടി രൂപ വകയിരുത്തുന്ന ഫണ്ടുകൾ ഈ രാഷ്ട്രീയക്കാർ കട്ടുമുടിക്കുകയും വകമാറ്റി ചെലവഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കും. പണ്ട് ഞാൻ ഓർക്കുന്നു, KV തോമസ് ഭക്ഷ്യമന്ത്രിയായിരുന്ന സമയത്ത് പത്രത്തിലൊരു ന്യൂസ് വന്നു അയാളുടെ പ്രസ്താവനയായിട്ട്. അയാൾ പറഞ്ഞത്, ഇക്കാലം അത്രയും പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ച തുക ഉണ്ടായിരുന്നുവെങ്കിൽ ഓരോ പട്ടികജാതി കുടുംബത്തിനും ഓരോ കോടി രൂപ കൊടുക്കാമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്നാലോചിച്ച് നോക്കുക. അയാൾ പറഞ്ഞ കണക്കിൻ്റെ സത്യസന്ധതയിലേക്കല്ല അയാൾ പറഞ്ഞ കാര്യം. അത്രയധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതി 0 ഇട്ട് തീരില്ല. അത്ര വലിയ സംഖ്യ ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് വകയിരുത്തുകയും ചെലവഴിക്കുകയും ചെയ്തു. ആ തുക ഉണ്ടായിരുന്നെങ്കിൽ ഓരോ കോടി രൂപ ഓരോ പട്ടികജാതി കുടുംബത്തിനും കൊടുക്കാമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 കോടിയാണ് ഇന്ത്യയിലെ ജനസംഖ്യ. ഏത് പട്ടികജാതി പട്ടികവർഗക്കാരുടെ പിന്നോക്ക സമുദായങ്ങളുടെ ജനസംഖ്യ 30 കോടിയാണ്. വേണ്ട 10 കോടി. ഈ 10 കോടി ജനങ്ങൾക്കും ഓരോ കോടി രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്ന അത്ര തുക ഒന്ന് കണക്കൂട്ടി നോക്കി. അതുപോലും കണക്ക് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് അന്തമില്ല. അപ്പോൾ KV തോമസ് പറഞ്ഞത്, നാളെ ഇതുവരെ ചിലവഴിച്ച തുക ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഓരോ കുടുംബത്തിനും ഓരോ കോടി രൂപ കൊടുക്കാനുള്ള തുക, അത്ര വലിയ തുക ചിലവഴിച്ചിട്ടുണ്ടെന്നാണ്. അത്ര വലിയ തുക ചിലവഴിച്ച് ഈ നാട്ടിൽ മരിച്ചാൽ അടക്കാൻ അടുക്കള പൊളിക്കണം. പട്ടികജാതിക്കാരൻ്റെ ശരാശരി കൈവശ ഭൂമി എത്രയാണ്? മുമ്പ് പട്ടികജാതി വകുപ്പ് മന്ത്രിയായിരുന്ന ബാലൻ പറഞ്ഞൊരു കണക്കുണ്ട്. എന്താണ് ആ കണക്ക്? ആ കണക്ക് മതം തിരിച്ച്, ജാതി തിരിച്ച് അദ്ദേഹം കണക്കുണ്ട്. സർക്കാരിൻ്റെ കണക്ക് അദ്ദേഹം പറഞ്ഞതാണ്. ക്രിസ്ത്യാനിക്ക് ശരാശരി 106 സെൻറ്റ് കൈവശ ഭൂമിയുണ്ട്. മുസ്ലിമിന് ഏതാണ്ട് 86 സെൻറ്റ് ശരാശരി കൈവശ ഭൂമിയുണ്ട്. ഹിന്ദുക്കൾക്ക് ഒരു 50-60 ശരാശരി സെൻറ്റ് കൈവശ ഭൂമിയുണ്ട്. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ശരാശരി 1/2 സെൻറ്റിൽ താഴെയാണെന്ന് ബാലൻ മുതലാളിയുടെ കണക്ക്. ഞാൻ പറഞ്ഞതല്ല, ഇത് സർക്കാരിലെ രേഖയാണ്, സർക്കാരിൻ്റെ കണക്കാണ്. അപ്പോൾ 1/2 സെൻറ്റിൽ താഴെയാണ് ഭൂമി പട്ടികജാതി പട്ടികവർഗക്കാർക്ക്. എത്ര പ്രാവശ്യമാണ് ഭൂപരിഷ്കരണ മാമാങ്കം നടത്തിയത്? ഇന്നിപ്പോൾ ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ മതസ്ഥാപനങ്ങൾക്ക്, അതായത് പുറമ്പോക്ക് ഭൂമി കൈവശമുള്ളവർക്ക് പട്ടയം കൊടുക്കുകയാണ്. ഒരു മാനദണ്ഡങ്ങളുമില്ല. അതിൽ ഈ പട്ടികജാതിക്കാർ ആരെങ്കിലും വിടുമോ? ആർക്കാണ് ഈ പട്ടയമെല്ലാം കൊടുക്കാൻ പോകുന്നത്? ഇവിടുത്തെ കോടീശ്വരന്മാർക്ക്, ഇവിടുത്തെ ഭൂമാഫിയകൾക്ക്. അവരുടെ കൈവശമാണ് പുറമ്പോക്ക് ഭൂമിയെല്ലാം ഇരിക്കുന്നത്. ഏക്കർ കണക്കിന് പുറമ്പോക്ക് ഭൂമി, റവന്യൂ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന കുത്തക മുതലാളിമാർക്ക് അതെല്ലാം പട്ടയമാക്കി കൊടുക്കാൻ പോവുകയാണ് പിണറായി വിജയൻ. ആ സാഹചര്യത്തിലാണ് ഇവിടെ മരിച്ചു വീണാൽ അടക്കാൻ 6 അടി മണ്ണില്ലാത്ത പട്ടികജാതിക്കാരൻ ജീവിക്കുന്നത്. എന്തൊരു സമത്വ സുന്ദര കേരളം! എന്തൊരു നവോത്ഥാന കേരളം! എന്തിനാണ് ഈ നവകേരള സദസ്സൊക്കെ നടത്തിയത്? കുറേ കോടികൾ ദൂർത്തടിച്ചു എന്നുള്ളതിൽ കഴിഞ്ഞ് ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്തുണ്ട് പ്രയോജനം? അപ്പോൾ ഈ കടങ്ങൾ എഴുതിത്തള്ളാൻ, ഈ കടബാധ്യത ഈ തലയിൽ നിന്നൊന്ന് ഊരിക്കളയാൻ സർക്കാർ
ഒരു പദ്ധതി പ്രഖ്യാപിക്കണം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ ഒരു സമയത്ത് പട്ടിക വിഭാഗ സമൂഹങ്ങൾ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് ഓർക്കണം. ഈ മാറി മാറി ഭരിച്ച ഭരണകൂടങ്ങൾ ഈ സമൂഹത്തോട് ചെയ്തത് എന്താണെന്ന് ഓർക്കണം. അപ്പോൾ കോടീശ്വരന്മാരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ പദ്ധതി ഉണ്ടാക്കുന്ന സർക്കാർ ഈ പാവങ്ങളുടെ കടബാധ്യത തീർക്കാൻ വേണ്ടിയിട്ടും ഒരു പദ്ധതി ഉണ്ടാക്കുകയും ഈ പാവങ്ങളുടെ കഴുത്തിലുള്ള ഈ കത്രിക പൂട്ട്, പാർട്ടിക്കാർ പൂട്ടിയിരിക്കുന്ന ഈ പൂട്ട് അഴിച്ചു കളയാൻ കോടതി ഇടപെട്ടിട്ടായാലും ഈ കടം തീർക്കാനായിട്ടുള്ളൊരു സംവിധാനം ഈ രാജ്യത്തുണ്ടാകണം. ഈ പാവങ്ങളെ ആത്മഹത്യയിൽ നിന്ന് കരകയറ്റാനായിട്ടുള്ള ഒരു ദയ, ജനാധിപത്യത്തിൽ ദയയോടെ ചോദിക്കേണ്ട കാര്യമില്ല, അപേക്ഷിക്കേണ്ട കാര്യവുമില്ല. അവകാശങ്ങൾ പിടിച്ചു പറിക്കേണ്ടതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഈ അടിമച്ചങ്ങല ആ കഴുത്തിലുള്ളത് കൊണ്ട് ശബ്ദിക്കാൻ ഈ സമൂഹത്തിന് പ്രാപ്തിയില്ലാത്ത സാഹചര്യത്തിലാക്കിയിരിക്കുകയാണ്. ഈ കടം ഇങ്ങനെ നിൽക്കുമ്പോൾ അവന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധത്തിൻ്റെ സ്വരത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവൻ അപ്പം ജപ്തി നോട്ടീസ് വിടും. അവൻ്റെ കുടുംബത്തെ 3-ാം ദിവസം ജപ്തി നോട്ടീസ് വരും. അപ്പോൾ അതുകൊണ്ട് പ്രതികരിക്കാൻ പോലും ആകാതെ, പ്രതിഷേധിക്കാൻ പോലും ആകാതെ നിസ്സഹായരായിട്ടുള്ള ഒരു ജനവിഭാഗം ഇവിടെ മൃഗതുല്യമായ ജീവിതം നയിക്കുന്നു എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. അതിനുണ്ടാകാനായിട്ട് മനസാക്ഷിയുള്ള മുഴുവൻ ആളുകളും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യണം. ഈ പാവങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെൻറ് ഇത് ശ്രദ്ധിക്കണം. നീതിപീഠങ്ങൾ ഇത് ശ്രദ്ധിക്കണം. ഈ പാവങ്ങളുടെ കണ്ണുനീരൊപ്പാൻ എല്ലാവരും ഒരേ മനസ്സോടെ നിന്ന് പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.